എന്റെ റൂഹിന്റെ പാതി. രചന ആശു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മണിക്കൂറുകൾ കഴിഞ്ഞ് ഫ്ലൈറ്റ് മുംബൈയിൽ ലാൻഡായി. ഓന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നമ്മൾ ഇറങ്ങിപ്പോയി. ഇനിയുള്ള വഴിയൊക്കെ നമുക്ക് സുപരിചിതം. അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ നാലും വീട്ടിലേക്ക് വിട്ടു. യാത്രയിലുടനീളം ആരും ഒന്നും മിണ്ടിയിട്ടില്ല. ഗേറ്റ് കടന്ന് വീടിന് മുമ്പിൽ ചെന്ന് ടാക്സി നിർത്തിയപ്പോൾ തന്നെ മറക്കാൻ ശ്രമിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. വീണ്ടും ഇവിടെ തന്നെ വന്നെത്തിച്ചേരുന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തോ ഇനി എന്താവും നമ്മുടെ ജീവിതം നോർത്തിട്ട് നമ്മുടെ ശരീരം തളരുന്ന പോലെ മനസ്സിൽ എന്തൊക്കെയോ പേടി. ആരോടൊന്നും മിണ്ടാതെ നമ്മൾ വണ്ടിയിൽ നിന്നിറങ്ങി വീടിന് നോക്കിയപ്പോൾ ഓൻ വന്ന് നമ്മുടെ കൈയിൽ പിടിച്ചു. എന്തോ ഓനോടിപ്പോൾ നമുക്ക് ദേഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അപ്പം തന്നെ ഓൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് നമ്മൾ മുമ്പോട്ട് നടന്നു. പെട്ടെന്ന് ഉമ്മറത്തേക്ക് ഓടിപ്പാഞ്ഞെത്തിയ നമ്മുടെ ഉമ്മ ഞങ്ങളെ കണ്ടതും അകത്തേക്ക് തന്നെ തിരിഞ്ഞോടി. അതൊന്നും വകവെക്കാതെ നമ്മൾ അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ സോഫയിലിരിക്കുന്ന ഉപ്പച്ചീനെയാണ് കണ്ടത്. നമ്മളിവിടെ പ്രതീക്ഷിക്കാതെ കണ്ട ഷോക്കിലാണ് മൂപ്പര്. ഞെട്ടിപ്പിടഞ്ഞ് എണീറ്റ് നിന്നിട്ട് നമ്മുടെ പുറകിലേക്ക് നോക്കി. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉപ്പച്ചീനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് മൂപ്പര് കെട്ടിപ്പിടിച്ച് സോറി പറയണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്തെത്തിയപ്പോൾ ധൈര്യമൊക്കെ ചോർന്നുപോയി. പെട്ടെന്ന് ഉപ്പച്ചീൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്ന് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷേ അപ്പോൾ തന്നെ ആ പുഞ്ചിരി മാഞ്ഞു പോവുകയും ചെയ്തു. നമ്മളെ കണ്ടിട്ട് പുഞ്ചിരിച്ച ആളുടെ ഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താണെന്ന് നമ്മൾ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ മിഷുച്ച നമ്മുടെ പുറകിലെ കട്ടക്കളിപ്പോടെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. മുഷ്ടി ചുരുട്ടി പിടിച്ച് നമ്മളെയും ഉപ്പിച്ചിനെയും മാറി മാറി നോക്കിയപ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല. എന്താ കാര്യം എന്നറിയാതെ നമ്മൾ വായും പൊളിച്ച് നിന്നു. ഓൻ്റെ കൂടെ ഷെയ്നെയും ദിയാനെയും കാണാതെ വന്നപ്പോൾ രണ്ടും കൂടെ മുങ്ങിയൊന്ന് ചിന്തിച്ച് നമ്മൾ ഏന്തി വലിഞ്ഞ് പുറത്തേക്ക് നോക്കി. അപ്പോൾ ഉണ്ട് രണ്ടും കൂടി കയ്യും പിടിച്ച് അകത്തേക്ക് കയറി വരുന്നു. വാ മക്കളെ ഇരിക്ക്. പുറകിൽ നിന്ന് ഉമ്മാന്റെ ശബ്ദം കേട്ട് നമ്മൾ ഞെട്ടിത്തിരിഞ്ഞ് മൂപ്പത്തിനെ നോക്കി. ഹൈ, എന്താ ഒരു പ്രസന്നത ആ മുഖത്ത്. ഇന്നേ വരെ നമ്മൾ മൂപ്പത്തി ഇത്രക്ക് തെളിഞ്ഞ് ചിരിച്ചേ കണ്ടിട്ടില്ല. മോളെ ദിയ, നീ പോയി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഉമ്മ അത് പറഞ്ഞപ്പോൾ ദിയ ഒന്ന് ഷോക്കായി. എന്നിട്ട് ഷെയ്നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പേടിയോടെ ഓളെ കൈ വിടുവിച്ച് കിച്ചണിലേക്ക് പോയി. ഉമ്മ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. എന്താ അപ്പം ഈ ചിരിക്ക് പിന്നില്? സാധാരണ നമ്മളെ കാണുമ്പോൾ കുരച്ചാടുന്ന ആളാ. ഒന്നുമില്ലെങ്കിലും ദിയാൻ ഇവിടെ ഇങ്ങനെ കാണുമ്പോഴെങ്കിലും ചോദ്യം ചെയ്യേണ്ടതാണല്ലോ. അതും ഉണ്ടായില്ല. ഒരു കുന്തവും പിടികിട്ടാതെ നമ്മൾ മൂപ്പത്തിനൊന്ന് അടിമുടി നോക്കിയിട്ട് ദിയാന്റെ പുറകെ പോവാൻ നിന്നും പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് എവിടുന്നോ പൊട്ടിമുളച്ച പോലെ സഹൽ വന്നിയാടി. അവന്റെ നിഴൽവട്ടം കാണുന്ന പോലും നമുക്ക് പേടിയായതുകൊണ്ട് പേടിച്ചു പറിച്ച് നമ്മളപ്പം നെഞ്ചത്ത് കൈവച്ച് പുറകിലേക്ക് നടന്നു. നമ്മളെ കണ്ടതും അവന്റെ മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റാത്ത പല ഭാവങ്ങളും മിന്നിമറയുന്ന് നമ്മൾ ശ്രദ്ധിച്ചു. സഹലിനെ നോക്കി പുച്ഛിച്ചിട്ട് നമ്മൾ മുഖം തിരിച്ചു കളഞ്ഞു. നിനക്കെന്താടി ഇവിടെ കാര്യം? നിന്നെ ആരും കൊണ്ട് കയറ്റിവിട്ടത്? നമ്മുടെ നേരെയുള്ള സഹലിന്റെ ചോദ്യമാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. ഉപ്പച്ചീന്റെയും ഉമ്മാന്റെയും മുന്നിൽ നല്ല പിള്ള ചമയുക, ഇറങ്ങിപ്പോയ പെങ്ങളോട് തനിക്ക് ദേഷ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അതാണ് ഇതിന്റെ അർത്ഥം, അവന്റെ ഉദ്ദേശവും. പക്ഷെ ഇതൊന്നും ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും നമുക്കത് മനസ്സിലാവും. കാരണം അവന്റെ ഉള്ളിലിപ്പോൾ നമ്മളിവിടെ വേണമെന്നാണ്. എന്നാലല്ലേ അവന്റെ ഉദ്ദേശം നടക്കൂ. ഇവിടെ മാറ്റിയവനെയൊക്കെ ആരകത്തേക്ക് കയറ്റിവിട്ടത്? ഇറങ്ങിപ്പോടി. അവന്റെ അലർച്ച കേട്ട് നമ്മൾ നടുങ്ങിപ്പോയി. നമ്മളും തിരിഞ്ഞു നോക്കിയപ്പോൾ മിഷുച്ചായും ഷെയ്നും കലിപ്പ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതാണ് കണ്ടത്. മിക്കവാറും ഇവിടെ എന്തെങ്കിലും നടക്കാനുള്ള സ്കോപ്പുണ്ട്. ഉപ്പച്ചി കാര്യം അറിയാതെ എല്ലാത്തിനെയും മാറി മാറി നോക്കി നിൽക്കലാണ്. ഉമ്മ സഹലിനെ പേടിച്ച് ഉപ്പച്ചിന്റെ അടുത്ത് പറ്റിക്കൂടിയിട്ടുണ്ട്. സഹലിനെ പ്രാന്തി പിടിച്ച അപ്പം അവന്റെ മുന്നിൽ നിൽക്കുന്നത് ഉപ്പയാണോ ഉമ്മയാണോ എന്നൊന്നുമില്ല. വായിൽ തോന്നിയത് അവൻ വിളിച്ചു പോവും, അതിപ്പോൾ തെറിയാണെങ്കിലും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീട്ടുകാരുടെ മുമ്പിൽ നല്ലവനാണെന്ന് അവൻ അഭിനയിക്കും. തെറ്റുകൾ മറ്റുള്ളവരെ തലയിലേക്ക് ഇട്ടിട്ട് അവൻ നൈസായിട്ട് ഊരും. അതുപോലെയാണല്ലോ നമ്മളോടും ചെയ്തത്. പെട്ടെന്ന് സഹൽ നമ്മുടെ കൈ പിടിച്ച് സൈഡിലേക്ക് തള്ളിയിട്ട് മിഷുച്ചാനെ നേരെ ചീറിപ്പാഞ്ഞു പോയി ഓന്റെ കോളറിൽ പിടിച്ച് വലിച്ചു. നിന്നെ ഞാൻ കൈയെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നടാ. അവസാനം നീ തന്നെ എന്നെ തേടി ഇങ്ങോട്ട് വന്നല്ലോ. അന്ന് നീ എനിക്ക് തന്നതിന്റെ മുതലും പലിശയും ചേർത്ത് നിനക്ക് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട് എന്നു പറഞ്ഞ് സഹൽ നമ്മുടെ ചെക്കന്റെ മുഖത്തൊരു കുത്തു വെച്ചു കൊടുക്കാൻ കൈ ഓങ്ങിയതും ഓൻ അപ്പം തന്നെ സഹലിന്റെ കൈ പിടിച്ച് തിരിച്ചു. അപ്പൊ കിട്ടിയതൊന്നും നിനക്ക് മതിയായിട്ടില്ല. എന്തിനാ കിട്ടിയെന്ന കാര്യം നീ മറന്നുപോയ സഹലെ? നിന്നെക്കാൾ ഒരു വയസ്സിന് മൂത്തല്ല ഞാൻ. വയസ്സിന് മൂത്തയുടെ നേരെ കൈ ഉയർത്തിയ നിന്റെ കൈതാ ഇങ്ങനെ കിടക്കും എന്ന് പറഞ്ഞിട്ട് മിഷുച്ച സഹലിന്റെ കൈ ഒന്നുകൂടെ നല്ല ശക്തിയിൽ പിടിച്ച് തിരിച്ചതും എന്തോ ഒരു ടെക് എന്ന സൗണ്ട് നമ്മൾ കേട്ടു. അപ്പൊ തന്നെ സഹൽ അലറിക്കരഞ്ഞു. സഹലിനെ പിടിച്ച് തള്ളിയിട്ട് മിഷുച്ച കൈ കുടിഞ്ഞതും സഹൽ കിടന്നെടുത്തുനിന്ന് എങ്ങനെയൊക്കെയോ കഷ്ടിച്ചെണീറ്റെന്ന് മിഷുച്ചാനെ നേർക്ക് ഓടിച്ചെന്നിട്ട് അവനെ പിടിച്ചു തള്ളി. എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്നോട് ഡയലോഗ് അടിക്കാൻ നീ ആരാടാ? മിഷുച്ചാന്റെ നെഞ്ചത്ത് സഹൽ അവന്റെ രണ്ട് കൈയും വെച്ചിട്ട് അവനെ പുറകിലേക്ക് തള്ളിക്കൊണ്ടുപോയപ്പോൾ ഷെയ്ൻ ഓടിച്ചെന്ന് സഹലിനെ പിടിച്ചു വെച്ചു. വിടടാ എന്നെ, എന്നെ വിടാൻ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലടാ.
ഷെയ്നിനെ ചവിട്ടി തെറിപ്പിച്ചിട്ട് സഹൽ അലറിയപ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ച് ഉപ്പച്ചീനെയാണ് നോക്കിയത്. മൂപ്പരൊന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുകയാണ്. സഹലിന്റെ ദേഷ്യം മുഴുവൻ മിഷുച്ചാനോട് ആയതുകൊണ്ട് അവൻ മിഷുച്ചാനെ നേരെ ചെന്നിട്ട് വീണ്ടും കോളറിൽ പിടുത്തമിട്ടു. ഓനപ്പ സഹലിന്റെ കയ്യിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കി. നമ്മുടെ ചെക്കന്റെ കളിപ്പ് പുറത്തു വരാൻ ടൈമായെന്ന് നമുക്ക് മനസ്സിലായി. കൈയെടുക്കട എന്ന് മിഷുച്ച പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ചി കൈയെടുക്കട പുല്ലേ. ഇപ്രാവശ്യം മിഷുച്ചാന്റെ സൗണ്ട് കൂടിയപ്പോ സഹൽ പെട്ടെന്ന് അവന്റെ കൈ എടുത്തു മാറ്റി. അത് കണ്ടിട്ട് നമ്മുടെ ചെക്കൻ അവന്റെ കോളർ ശരിയാക്കിയിട്ട് സഹലിനെ നോക്കി. ഡാ മോനെ സഹലേ, നിന്നെ ഞാനൊന്ന് വെറുതെ വിട്ടെന്ന് വെച്ച് നീ ഒരുപാട് കയറി കൊളുത്തല്ലേ? ഇവിടെയുള്ള എല്ലാത്തിനെയും കൊണ്ട് പലതിനും സമാധാനം പറയിപ്പിക്കും ഞാൻ. ഓർമ്മയിലിരിക്കട്ടെ. ഓൻ അങ്ങനെ പറഞ്ഞപ്പോ ഉപ്പച്ചി പെട്ടെന്ന് അവിടെ ഇടയിൽ കയറി നിന്നിട്ട് സഹലിനെ പിടിച്ചു മാറ്റി. സഹലേ ഈ അകത്തു പോൻ. നിങ്ങളങ്ങോട്ട് മാറി ഉപ്പച്ചി. ഇവൻ എന്തുണ്ടാക്കുമെന്ന് പറഞ്ഞാ എന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് എനിക്കറിയണം. മിഷുച്ച ഒന്ന് അടങ്ങുമ്പോ സഹൽ വീണ്ടും പോയി സ്വയം കുഴി തോണ്ടുന്നുണ്ട്. ഇനിയിപ്പോ ബാക്കി വാങ്ങിക്കാതെ സഹൽ അടങ്ങില്ല. ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കെ തന്നെ മിഷുച്ച സഹലിന്റെ കോളർ പിടിച്ചു വലിച്ച് അവന്റെ മുഖം ചുമരിനോട് ചേർത്ത് നിർത്തി. നിനക്കൊന്നും അറിയില്ല അല്ലേടാ, നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. അത്രയും പറഞ്ഞിട്ട് ഓ സഹലിന്റെ മുഖം ചുമരിൽ പിടിച്ചിടിക്കാൻ നിന്നും ഉപ്പച്ചി വന്ന് ഇടയിൽ കയറി. മോനെ മിഷാലെ, വേണ്ട മോനെ, അവനൊന്നും ചെയ്യല്ലേ, വിട്ടേക്ക്. ദയവ് ചെയ്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. ഞാൻ മോന്റെ കാല് പിടിക്കാം. ഉപ്പച്ചി അത്രയും പറഞ്ഞപ്പോ തന്നെ മിഷുച്ച കലിപ്പ് കൺട്രോൾ ചെയ്തിട്ട് സഹലിനെ പിടിച്ചുന്തി. എല്ലാവരും എല്ലാം മറന്നെന്നും ക്ഷമിച്ചെന്നും കരുതരുത് ഒരാളും. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഈ കുടുംബം ജയിലിൽ കഴിയും. അതിനുള്ള സ്കോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കാർന്നോര്. അത്രയും പറഞ്ഞിട്ട് ഓൻ ഷെയ്നിന്റെ നേരെ തിരിഞ്ഞു. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് ഇവന്റെ കാര്യം പറയാനാ. ഈ നിൽക്കുന്ന എന്റെ അനിയന് നിങ്ങളുടെ ഒരേ ഒരു മകളായ ദിയെ ഇഷ്ടമാണ്. അവൾക്ക് ഇവനെ സമയമാകുമ്പോ ഞങ്ങൾ വന്ന് അവളെ ചോദിക്കും. അപ്പൊ ദിയനെ ഇവനെ ഏൽപ്പിക്കണം. അതിന്റെ ഇടയിൽ എന്തെങ്കിലും കോനിഷ്ട് കാണിച്ചാ അറിയാലോ, വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ. ചെയ്ത പാപങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും. അത്രയും പറയുമ്പോ ഓന്റെ മുഖത്ത് പകയും ദേഷ്യവുമായിരുന്നു നമ്മൾ കണ്ടത്. എല്ലാത്തിനും തലയാട്ടി സമ്മതിച്ചിട്ട് ഉപ്പച്ചി സഹലിനെ പിടിച്ചു കൊണ്ടുപോയി മുറിയിലാക്കി. എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോഴേക്കും ദിയ നാണിച്ച് തലയാഴ്ത്തിക്കൊണ്ട് ചായയും പലഹാരങ്ങളുമായിട്ട് അവിടെ ഹാജരായി. നിങ്ങൾ ഇരിക്കും മക്കളെ. ഉപ്പച്ചി അത് പറയേണ്ട താമസം ഓ നമ്മളെ നോക്കിയിട്ട് അവിടെ പോയിരുന്നു. പുറകെ തന്നെ ഷെയ്നും. നിങ്ങൾ എവിടെ പോവാൻ ഇറങ്ങിയതാ ബാഗൊക്കെ ആയിട്ട്? ഉമ്മച്ചിയാണ്. ഇവളെ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. ഇന്ന് 9 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാനും ഷെയ്നും ലണ്ടനിലേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ മിനിമം 2-3 മാസമെങ്കിലും എടുക്കും. വന്നിട്ട് ഇവിടെ രണ്ടിനെയും നിക്കാഹ് നടത്തി കൊടുക്കണം. മിഷിച്ച അത് പറഞ്ഞപ്പോൾ ഷെയ്നുവിന്റെ മുഖം നിലാവ് പോലെ വെട്ടിത്തിളങ്ങി. ദിയ നാണിച്ച് തലയാഴ്ത്തി ചിരിക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥയാണ് കൊടും ഭീകരം. എന്തോ ഒരു പേടി. പിന്നെ ഇവർ രണ്ടും ഇപ്പൊ തന്നെ പോയെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തികട്ടി വരുന്നുണ്ട്. മിക്കവാറും ഇവരുടെ പിന്നാലെ തന്നെ നമ്മൾ ഇറങ്ങി ഓടാനുള്ള ചാൻസ് ഉണ്ട്. ചായയും കുടിച്ചിട്ട് ഓരോ വർത്താനവും പറഞ്ഞിട്ട് ഓനും ഉപ്പച്ചിയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവർ പോയതും നമ്മൾ ഓടിപ്പോയി ഷെയ്നിന്റെയും ദിയാന്റെയും നടക്കിരുന്നു. ദുവാ സാറിലടി, കുറച്ച് മാസമല്ലേ പിരിഞ്ഞു നിൽക്കുന്നുള്ളൂ. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ തിരിച്ചു വരൂലേ. അതുവരെ നീ ഇവിടെ ആരെയും പേടിക്കണ്ട കേട്ടോ. അതന്നെ, ഇവിടെ ഇപ്പോൾ ഇവിടെ ഒറ്റക്കൊന്നല്ലല്ലോ പേടിക്കാൻ. എടി ദുവായിത്തൂസേ, നീ ചുമ്മാ വിഷമിക്കണ്ട, ഞാനില്ലേ നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൂടി നമ്മളെ കരച്ചിലിന്റെ വക്കോളം എത്തിച്ചു. മുഖം പൊത്തിപ്പിടിച്ച് നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി. സമയം 8 മണി. 9 മണിയാവാൻ ഇനി 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ശരിക്കും ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. ഓം പോയാൽ ഞാൻ എങ്ങനെ? ആലോചിക്കും തോറും നമുക്ക് കരച്ചിൽ വന്നു. നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേനെ. പക്ഷെ ഇവിടെ നമുക്ക് പറ്റൂല. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ ദുവാ? ഷെയ്ൻ നമ്മൾ നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് അവന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ തോന്നിപ്പോയി. ശവത്തിൽ കുത്തുന്ന ഹംക്ക്. അവിടെ ഇരുന്ന് സീൻ ഷോക്കാക്കിയപ്പോഴാണ് ഉപ്പച്ചി ഓനും അകത്തേക്ക് കയറി വന്നത്. സമയം എവിടെയും നിൽക്കാതെ സ്പീഡിൽ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പോകണ്ടെന്ന് അവനോട് പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ശരി അങ്കിൾ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. മിഷുച്ചാന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോയി. അടക്കി വെച്ച കണ്ണുനീർ നമ്മുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ വരുന്നവരെ ദിയെ മറ്റൊരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കരുത്. ഓളിവിടെ സേഫായിരിക്കണം. ഓൻ പറയുന്നതിനൊക്കെ ഉപ്പച്ചി തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. ഷെയ്ൻ എണീറ്റ് പോയി ഉപ്പച്ചിക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് ഹഗ് ചെയ്തു. വാടാ ഷെയ്നെ എന്ന് മിഷൂച്ച പറഞ്ഞപ്പോൾ ഷെയ്ന് നമ്മളെ ദയനീയതയോടെ നോക്കി. നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ കോന്നൻ പരട്ടക്കിളവൻ നമ്മളൊന്നും നോക്കുന്ന പോലുമില്ല. ചാടത്തിണ്ടി. ഓ സ്പീഡിൽ ഇറങ്ങിപ്പോയിട്ട് വണ്ടിയിൽ നിന്ന് ലഗേജ് എടുത്തുകൊണ്ട് വന്ന് അകത്ത് വെച്ചിട്ട് നമ്മളെ മുഖത്തേക്ക് നോക്കി. ആ ഒരു നോട്ടം നമുക്ക് എന്തുമാത്രം പ്രതീക്ഷയാണ് നൽകിയെന്ന് അവനറിയില്ല. നമ്മുടെ കരച്ചിൽ ഓൻ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് മുഖം തിരിച്ചു വെച്ചു. അപ്പോൾ നടന്ന് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ചു. യാത്ര പറയാൻ വന്നതാവും, നമുക്ക് കാണണ്ട ഓന്റെ മോന്ത. ദുവാ
ആ വിളി കേട്ടതും നമ്മുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകി. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നടക്ക്. പെട്ടെന്ന് ഓൻ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ തലകുന്തിച്ചോന്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്തോ നടി, ദീയെ പിരിയാൻ എനിക്ക് ഇത്രയ്ക്ക് സങ്കടം, അപ്പൊ നീ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഓ നമ്മുടെ കണ്ണുകൾ തുടച്ചു തന്നു. എങ്ങോട്ട്? ഒരു ഞെട്ടിലൂടെയാണ് നമ്മളത് ചോദിച്ചത്. വേറെ എങ്ങോട്ടാ? എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഓൻ നമുക്ക് സൈറ്റ് അടിച്ച് കാണിച്ചതും സന്തോഷം കൊണ്ട് നമ്മൾ അറിയാതെ പുഞ്ചിരിച്ചു പോയി. എന്നിട്ട് കണ്ണു തുടച്ച് ഓനെ നോക്കി. ശരിക്കും? അപ്പോ അല്ല, ഇപ്പോ. അല്ല, എന്താ മോള് കരുതിയേ? ഞാൻ ഇവരും മാത്രമാണ് പോകുന്നതെന്നോ? അയ്യടാ, നിന്നെ കൂട്ടാൻ ഞാൻ അങ്ങനെ ഒറ്റക്ക് പോകൂടി എൻ്റെ ഭാര്യയെ. ഓൻ അങ്ങനെ പറഞ്ഞപ്പോൾ വെള്ളം കിട്ടാതെ ചാവാൻ കിടന്ന മരുഭൂമിയിൽ പേമാരി പെയ്ത ഫീലായിരുന്നു നമുക്ക്. ശരിക്കും പറഞ്ഞാൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ മരിച്ചെന്ന് വിശ്വസിക്കുന്ന മൊയ്തീൻ കാഞ്ചനമാലയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതുപോലെ സന്തോഷമായിരുന്നു നമുക്ക്. സന്തോഷം കൊണ്ട് മനസ്സ് വല്ലാതെ കിടന്ന് തുള്ളി ചാടുന്നുണ്ട്. കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയുന്നുണ്ട്. ഓനെ കെട്ടിപ്പിടിച്ചൊരു മുത്തം വെച്ച് കൊടുക്കാനൊക്കെ നമുക്ക് തോന്നിയെങ്കിലും കോന്തന് ഇത്രയും നേരം നമ്മൾ മുള്ളിമേൽ നിർത്തിയത് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഓൻ്റെ കൈ നമ്മൾ തട്ടി മാറ്റി. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ചുമ്മാ തട്ടിവിട്ടു. വരുന്നില്ലേ? ദേ ചുമ്മാ കളിക്കല വേണേ, ടൈമില്ല കേട്ടോ. കണക്കായിപ്പോയി, ഒറ്റക്കങ്ങ് പോയിക്കോ, ഞാൻ വരില്ല. ഓഹോ, അങ്ങനെയാണോ? ഞാനിവിടെ ഇട്ടിട്ട് പോവേ, പിന്നെ ഇവിടെ നിന്ന് മോങ്ങിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആ പോ. ദേ ഞാൻ പോവും, ഉറപ്പാണേ ഞാൻ പോവും. ദേ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൻ പുറകിലേക്ക് നടന്നു. പടച്ചോനെ, പറഞ്ഞത് അബദ്ധമായോ? ചെക്കൻ ദേ പോണ്. പെട്ടെന്ന് ഓൻ പോയതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നീ വരുന്നില്ലെങ്കിലേ നിന്നതേ ഇതുപോലെ തൂക്കിയെടുത്തോണ്ട് പോവാൻ എനിക്കറിയാടി എന്ന് പറഞ്ഞ് ഓൻ നമ്മളെ പൊക്കിയെടുത്ത് ഓൻ്റെ തോളത്തിട്ടു. ഉപ്പച്ചി നോക്കി നിൽക്കുന്നുണ്ടെന്ന് പോലും കോന്ത നോക്കിയില്ല. നമ്മൾ അപ്പോൾ ഓൻ്റെ തോളിൽ കിടന്ന് താഴെ ഇറക്കാൻ പറഞ്ഞിട്ട് കാലും കൈയൊക്കെ ഇട്ടടിച്ച് ബഹളം വെച്ചെങ്കിലും ഓനൊന്നും കാര്യാക്കിയില്ല. എന്ന് മുടിഞ്ഞ വെയിറ്റാടി നീ, അടങ്ങി കിടക്കടി കുട്ടി പിശാചേ എന്ന് പറഞ്ഞുകൊണ്ട് ഓൻ നമ്മളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. എന്താ കോന്ത, എന്നെ താഴെ ഇറക്കും പ്ലീസ്, എനിക്ക് പേടിയാവുന്നുണ്ട്. പറ്റൂല മോളെ. ഓൻ നമ്മളെ കൊണ്ടുപോയി വണ്ടിയിലേക്ക് ഇട്ടു. ഷെയ്നി ഇത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. നീ ഇപ്പൊ എന്തിനാണ് തുറപ്പ കിണിക്കണേ? നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ ദുആ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചതാണല്ലേ ഹോംകെ. പിന്നല്ലാതെ അപ്പോഴത്തെ നിന്റെ മോന്തയൊന്ന് കാണണം. ചോ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിട്ട്. ശരിക്കും മലയാളം സീരിയൽ നായികമാരെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ പ്രാന്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൻ്റെ നേരെ നമ്മുടെ ബാഗ് വലിച്ചെറിഞ്ഞു. അപ്പൊ തന്നെ ഷെയ്ൻ അത് ക്യാച്ച് ചെയ്തിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് പോയി മുന്നിലിരുന്നു. ആഹാ, അപ്പൊ ഞാൻ വീണ്ടും ഒറ്റത്തടിയായി, നിങ്ങളൊന്നായി. എടാ അനിയ, നീ കുറെ കാലം എൻ്റെ കൂടെ ഇരുന്നവൻ കിടന്നുവല്ലേടാ, ഇനി കുറെ കാലം ഇവളെ ഇരിക്കട്ടെടാ. നീ നാളെ ദിയെ കിട്ടുമ്പോൾ കാലുമാറില്ലെന്ന് ആര് കണ്ടു? അപ്പൊ നിന്നെ വിശ്വസിച്ച് ഞാൻ ശശിയുടെ ആങ്ങളെയാവില്ലേ? അതുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ അവിടെ മിണ്ടാണ്ടിരുന്നോ. ഓ, ഞാനൊന്നും പറഞ്ഞില്ല, നിങ്ങൾ വലിയ റൊമാൻറ്റിക് കപ്പിൾസ്. എനിക്കും വരും ഒരു ഡേ. അല്ല, ഇങ്ങനെ ഇതെന്തോ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്. ഗാഡി എടുക്ക് സേട്ടാ. രണ്ടും കൂടി ഓരോന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോട് വണ്ടി വിടാൻ പറഞ്ഞു. അയാൾ അപ്പം തന്നെ വണ്ടിയും കൊണ്ട് ചീറിപ്പാഞ്ഞ് എയർപോർട്ടിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ മിഷുച്ചാൻ്റെ ഫിലിം ക്രൂ ആണെന്ന് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി. കൂട്ടത്തിൽ വിനു എന്നൊരു ചേട്ടൻ്റെ ഭാര്യ അഞ്ജുവിനോട് നമ്മൾ പെട്ടെന്ന് കൂട്ടായി. കാരണം അഞ്ജുവും നമ്മൾ സമപ്രായക്കാരാണ്. ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടും ഞങ്ങൾ രണ്ടും പൊരിഞ്ഞ തള്ളായിരുന്നു. അഞ്ജുവിൻ്റെയും വിനിച്ചേട്ടനെയും കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം ആയിട്ടേ ഉള്ളൂ. രണ്ടും കൂടി വിശേഷമൊക്കെ ആയതിനു ശേഷമാണ് ഹണിമൂണിന് പോകുന്നത്. നമ്മളോട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്, വിശേഷം വല്ല ഉണ്ടോടിയെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മൾ കോന്തൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ നമ്മളെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരിക്കും തിരിച്ചു നോക്കുന്നത്. അഞ്ജുവിനോട് സംസാരിച്ചിരുന്ന് പിന്നീട് എപ്പോഴോ നമ്മൾ ഉറങ്ങിപ്പോയി. പാതിരാത്രിക്ക് ഓരോ തട്ടിവിളിയും മുട്ടിവിളിയും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ കണ്ണു തുറന്ന്. ഉറക്കപ്പിച്ചോടെ കണ്ണു തുറന്ന് പിടിച്ച് ഓനെ നോക്കിയപ്പോൾ ഓൻ നമ്മൾ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇതെവിടെയാ സ്ഥലം? എന്നെ നാളെ രാവിലെ വിളിച്ചാൽ മതി, എനിക്ക് ഉറങ്ങണം. ചിണുങ്ങിക്കൊണ്ട് അത്രയും പറഞ്ഞിട്ട് നമ്മൾ സീറ്റിൽ ചുരുണ്ടുകൂടി. ഡീ പോത്തെ, എണീക്ക്, ഫ്ലൈറ്റ് ലാൻഡായി, എണീറ്റ്, എണീക്കടി അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ നമ്മളെ പിടിച്ചടിപ്പിച്ച് നിർത്തി. നമ്മളപ്പോൾ കണ്ണൊക്കെ തിരുമ്മി ചുറ്റും നോക്കി. ഇത്ര പെട്ടെന്ന് എത്തിയോ? മര്യാദക്കൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ വാച്ചിലേക്ക് നോക്കിയപ്പോൾ 5:40 ആയിട്ടുണ്ട്. ഇതിപ്പോൾ നേരം വിളിക്കുന്നതാണോ അതോ രാത്രിയാവാൻ പോകുന്നതാണെന്ന് നമ്മൾ സംശയിച്ചു. സാധാരണ ഈ സമയത്തൊക്കെ വെളിച്ചുണ്ടാവാറുണ്ടല്ലോ, എന്നിട്ട് ഇവിടെ ഇപ്പോഴും കൂരിയിട്ട് തന്നെയാ. ഉറക്കം ശരിയാവാതെ മടിച്ച് നമ്മൾ ഓൻ്റെ കൂടെ പോയി. ഇടയ്ക്ക് വെച്ച് ഉറക്കം തൂങ്ങി വീഴാൻ പോയപ്പോൾ ഓൻ നമ്മുടെ തലക്കിട്ട് ഓരോന്ന് തന്നോണ്ടിരുന്നു. 5 ഓളം കെട്ടിയവനൊക്കെ എവിടെ പോയെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. ഓൻ ആരോടും മിണ്ടാൻ പോയ നേരം നോക്കി നമ്മളവിടെ ഒരിടത്തിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. ദുആ വാ എണീക്ക്. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞെട്ടിപ്പിടിഞ്ഞെണീറ്റ് നമ്മൾ കണ്ണു തുറന്നു. ഇങ്ങനെ ഒരു ഉറക്കപ്പോത്ത് ആയി പോലോടി നീ, നിന്നെ കൊണ്ട് മുറിയിലെത്തുന്നവരെ എനിക്ക് കഷ്ടകാലം. ഇതെങ്ങോട്ട് തന്നെ വലിച്ചുകൊണ്ടുപോകുന്നേ, എനിക്ക് ഉറക്കം വരുന്നു
അതൊക്കെ അങ്ങ് മുറി ചെന്നിട്ട് ഒരു 10 മിനിറ്റ് ക്ഷമിക്ക്. ഓനൊന്ന് മൂളിക്കൊടുത്തിട്ട് നമ്മൾ ഓൻ്റെ കൂടെ പോയി. അവിടെ ഒരിടത്ത് 4-5 കാറുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഓരോരുത്തരായിട്ട് കയറുന്ന നേരത്താണ് നമ്മൾ അഞ്ജുവിനെയും ബാക്കിയുള്ളവരെയും കണ്ടത്. ഷെയ്നും അവരുടെ കൂടെ വേറൊരു കാറിൽ കയറി. നമുക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കണ്ണ് ശരിക്കും കാണാൻ വയ്യ. അവരുടെ പുറകെ തന്നെ ഞങ്ങളും വേറൊരു വണ്ടിയിൽ കയറി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാറ് പോയി ഒരു വലിയ റിസോർട്ടിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. മുറിയിൽ ചെന്ന് വിശദമായിട്ടൊന്ന് ഉറങ്ങാനുള്ള കൊതി കൊണ്ട് നമ്മൾ അപ്പം തന്നെ കാറിൽ നിന്ന് ചാടിയിറങ്ങി ഓനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു. നീ കുരിപ്പേ, നീ ഇതെങ്ങോട്ടാ? ആ വഴിയല്ല, ദേ ഈ വഴിയാ. ഓൻ വേറെ ഏതോ വഴിയിലൂടെ നടന്നുകൊണ്ട് വിളിച്ചു പോയി. നമുക്കപ്പോൾ ദേഷ്യം വന്നു. ഷോ, എന്തൊരു കഷ്ടമായി ഇത്. എന്നിട്ട് ഓൻ്റെ പിന്നാലെ പോയി. എത്രയും പെട്ടെന്നൊന്ന് മുറിയിലെത്തിയാൽ മതിയെന്നായിരുന്നു നമ്മുടെ മനസ്സിൽ. അതുകൊണ്ട് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് നിന്നു. റിസോർട്ടിൻ്റെ അകത്തെത്തിയിട്ട് നേരെ റിസപ്ഷനിലേക്ക് പോയി. ആ നേരം കൊണ്ട് നമ്മൾ പോയി ലിഫ്റ്റിൻ്റെ അടുത്ത് തമ്പടിച്ചിരുന്നു. പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറി. അവിടുന്ന് മുറിയിലെത്തുന്നവരെ ഓൻ്റെ തോളിൽ ചാരി കിടന്നിട്ട് പൊരിഞ്ഞ ഉറക്കായിരുന്നു നമ്മൾ. ദ്വാ എണീക്ക്, റൂമെത്തി. അത് കേട്ട് കണ്ണു തിരുമ്പി മുന്നിലേക്ക് നോക്കിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഡബിൾ കോട്ട് ബെഡാണ്. അപ്പം തന്നെ ഓടിപ്പോയി ബെഡിലേക്ക് അങ്ങ് മറിഞ്ഞു നമ്മൾ. പടച്ചോനെ, ഇനി ഇവിടുന്ന് എന്തൊക്കെയാ സംഭവിക്കുക? ഞാനും ഓനും മാത്രം ഒറ്റ റൂമിൽ. ഒന്ന് നിലവിളിച്ച ഓടി വരാൻ ഉമ്മയോ ജിനുവോ ആരും കൂടെയില്ല. പടച്ചോനെ, ഇന്നായിരിക്കോ എൻ്റെ ഫസ്റ്റ് നൈറ്റ്? കാത്തോളനെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.